RLV രാമകൃഷ്ണനെ അപമാനിച്ച വർണ്ണവരി നടത്തിയ സത്യഭാമ എന്ന് പറയുന്ന കലാകാരി അവർ ഏത് പാർട്ടിയിൽ അംഗമാണ് എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് CPM അംഗത്വമുണ്ടെന്നും ഇല്ലെങ്കിൽ CPMന്റെ ആളായിട്ടാണ് അവർ പലയിടത്തും ജോലിക്ക് കയറിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ സംഘപരിവാർ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഉത്തരം തപ്പി CPMന്റെ പേജിലേക്ക് വരണ്ട, പകരം BJPയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയാൽ മതി. കാരണം സത്യഭാമ ഇതുപോലെ BJPയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത് ഇപ്പോൾ എല്ലാവരോടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇതറിഞ്ഞ K. സുരേന്ദ്രന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ സത്യഭാമയുടെ പേര് വരുന്നത് ഇപ്പോൾ പാർട്ടിക്ക് അത്ര നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഇടപെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ നിന്ന് വലിച്ചിട്ടുണ്ട്. പക്ഷേ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ വലിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ പലരും ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വല്ലാതെ വൈറലായിട്ടുണ്ട്. BJPയിലേക്ക് ഈ സത്യഭാമ അംഗത്വം എടുത്തതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ BJPയുടെ സ്റ്റേറ്റ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഇങ്ങനെയാണ്: BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന് സംസ്ഥാന തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള നിർവഹിച്ചു. നാട്ടുവൈദ്യത്തിലൂടെ ലോകപ്രസിദ്ധിയായ തിരുവനന്തപുരം കല്ലാറിലെ പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മ, AP അബ്ദുള്ളക്കുട്ടി, ചലച്ചിത്ര നടൻ MR ഗോപകുമാർ, ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവായ തുളസിദാസ്, കലാമണ്ഡലം സത്യഭാമ ടീച്ചർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ വെച്ച് BJP അംഗത്വം എടുത്തു എന്നാണ് BJPയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ, അതായത് ഒഫീഷ്യലായി BJP പറഞ്ഞ കാര്യമാണ്. ഇനി ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ, അത് എഡിറ്റ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ തെളിവൂടെ കാണിക്കാം. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറെയും എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള നമ്മൾ വിട്ടുപോയി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് ചേട്ടൻ. ഇനി എന്താണ് സംഘപരിവാർ കേന്ദ്രത്തിന് പറയാനുള്ളത്? അതായത് സത്യഭാമയെ പോലെ ഒരു സ്ത്രീ ഇത്തരത്തിൽ വർണ്ണവെറി നടത്തിയ സമയത്ത് അതിനെ ഒന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാൻ തയ്യാറാകാത്തവരാണ് ഇവിടുത്തെ പല BJP നേതാക്കൾക്കും. പകരം അവിടെ RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കലാഭവൻ സഹോദരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BJP നേതാക്കൾ കാണിക്കുന്ന അമിതമായ ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ അത്രയൊന്നും നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. നിങ്ങളുടെ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ള സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ്, ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ അംഗത്വം ഉള്ളതിനാൽ നിങ്ങൾ ഇത്തരത്തിലൊരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു, ഇത് പാർട്ടി നയങ്ങൾക്കെതിരെയാണ്, അതുകൊണ്ട് നിങ്ങളെ പാർട്ടിയുടെ താൽക്കാലികമായി നിങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നൊന്നും പറയാൻ BJP നേതൃത്വം തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, ഒരിക്കലും സത്യഭാമ എന്ന വാക്കുച്ചരിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകാത്തതും അവരെ അനുകൂലിക്കുന്നതിന് തുല്യമാണെന്ന് പറയണം. കാരണം ഈ ഒരു വിഷയം വരുമ്പോൾ ഇതൊന്നും ഞാൻ കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ സത്യഭാമ എന്ന പേര് പറയാതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ B. മുരളീധരനും ഇല്ലെങ്കിൽ BJP നേതാക്കൾക്കും അതിനെ കറുത്ത നിറം ഇല്ലെങ്കിൽ ദളിത് എന്നൊക്കെ പറയുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് കാരണം ഈ സമയത്ത് കുറച്ച് വോട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് RLV രാമകൃഷ്ണനൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ വോട്ട് കിട്ടും എന്നുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ തന്നെ കളം മാറ്റി ചവിട്ടിരിക്കുന്നത്. അതേസമയം BJPയിൽ അംഗത്വം എടുത്ത സത്യഭാമ ടീച്ചറെ ഒന്ന് വിമർശിക്കാനോ ഇല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് ഇല്ലെങ്കിൽ അംഗത്വം തന്നെ റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനോ ഒന്നും BJP തയ്യാറായിട്ടില്ല. പകരം ഇതൊക്കെ CPMന്റെ തലയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവെക്കാൻ വേണ്ടി സൈബർ ടീം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ സത്യഭാമയ്ക്കും BJPക്കും അത് എതിരെയാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയി കണ്ടുവരും. എങ്ങനെയാണ് സത്യഭാമയെ പോലൊരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു വർണ്ണവെറി നടത്താൻ കഴിയുക എന്ന ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയം BJP ആണ്. അതുകൊണ്ട് നേതാക്കന്മാർ ചെയ്യുന്നതിന്റെ പാതയിൽ അവരും തുടരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, ഈ RSS പ്രസിദ്ധീകരണമായ കേസരിയിൽ സ്ഥിരം എഴുത്തുകാരി കൂടിയാണ് സത്യഭാമ എന്ന് പറയുമ്പോൾ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തതും ഈ സത്യഭാമയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് N. ശിവരാജനായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം കിടന്നത് എന്നുകൂടി പറയുമ്പോൾ കുറച്ചുകൂടി BJP ബന്ധം വ്യക്തമാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ സത്യഭാമ പോലെ ഒരാളുടെ പേര് CPM എന്ന പാർട്ടിക്കൊപ്പം ചേർത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്ന് നോക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാലും മതി, സത്യഭാമ ആരുടെ കൂടെയായിരുന്നു, ഏത് പാർട്ടിയായിരുന്നുള്ള കാര്യം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും.